നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലാണ്. എൻ്റെ കൂടെയുള്ളത് എൻഫോഴ്സ്മെൻറ്റിൻ്റെ RTO ശ്രീ ബിജു ഐസക്. നമസ്കാരം സർ. അതുപോലെ MVI ശ്രീ വിനോദ് കുമാർ, രണ്ടുപേരുമാണ്. അപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു വീഡിയോ ചെയ്യാൻ, കാരണം പലർക്കും പ്രയോജനപ്പെടുന്ന കാര്യമാണെന്ന്. നിങ്ങളെല്ലാം ട്രാഫിക് ഓഫൻസുകൾ പലരും ചെയ്തിട്ടുള്ളവരായിരിക്കും. അതിൻ്റെ പിഴ അടയ്ക്കാതെ കുറേ കാലമായിട്ട് പെൻഡിങ് ഉള്ളവരായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സർക്കാരിൻ്റെ ഒരു വിഷു സമ്മാനം, അല്ല വിഷു കൈനീട്ടം എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു 50% പിഴത്തുക കുറച്ചടയ്ക്കാനുള്ള ഒരു അവസരം ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് പക്ഷേ 2025 ഡിസംബർ അല്ലേ 31/12/2024 മുമ്പ് ഉള്ളതാണെങ്കിൽ എത്രയായിട്ടുള്ള ഈ ചലാനുകളുമായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ നമ്മുടെ ക്യാമറ ഉദ്യോഗസ്ഥർ ചെയ്യുന്നതാണെങ്കിൽ ക്ലോസ് ചെയ്ത് 50% അടച്ച് ക്ലോസ് ചെയ്ത് തീർക്കാവുന്നതാണ്. അതിനകത്ത് തന്നെ ഉള്ളി ഈ അതായത് നോൺ കോമ്പൗണ്ടബിൾ ഒഫൻസസ്, റെഡ് ലൈറ്റ് വയലേഷൻ അല്ലെങ്കിൽ ഡ്രങ്കൻ ഡ്രൈവിംഗ്, അതേപോലുള്ള 2 കേസുകൾ വെച്ച് ബാക്കിയെല്ലാം തന്നെ നമുക്ക് കോമ്പൗണ്ടിൽ തീർക്കാം. അതിൽ ഭീമമായ തുക എല്ലാ വർഷവും ഇങ്ങനെ ചെല്ലാൻ പെൻഡിങ്ങായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് ആളുകൾ പലർക്കും അറിയാത്തതുകൊണ്ടാണ്. പ്രൈവറ്റ് വണ്ടികളൊക്കെ പലതും സർവീസിന് ചെന്ന് കഴിയുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു പെരുമാറാൻ ചെല്ലുക, അല്ലെങ്കിൽ ഫിനാൻസ് ക്ലോസ് ചെയ്യാൻ ചെല്ലുമ്പോഴാണ് ഇത് അറിയുന്നത്. അപ്പോൾ ഓടി നടക്കുമ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ അതാണ് വലിയ എമൗണ്ടും ആയിരിക്കും. അതിനകത്ത് ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് വെച്ചാൽ പലതിലും ഈ ഫോൺ നമ്പർ കറക്റ്റല്ല. അപ്പോൾ അതുകൊണ്ട് പലർക്കും മെസ്സേജുകൾ കൃത്യമായിട്ട് എത്തുന്നില്ല, അല്ലെങ്കിൽ ഭീമമായ തുക വന്ന് പേര് മാറാൻ ചെല്ലുമ്പോഴാണ് അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന സാധനമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് ഫൈൻ ഉണ്ടോ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ എങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്? നമ്മുടെ അദ്ദേഹത്തിൻ്റെ ഇതിൽ വാൻ സൈറ്റിൽ കയറി നോക്കിയാൽ, പെരുവാൻ സൈറ്റിൽ കയറി നോക്കിയാൽ റെമിറ്റൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. അത് മാത്രമല്ല, ഈ ഇങ്ങനെയുള്ള ഫൈനുകൾ ഉണ്ടെങ്കിൽ ഈ ഓഫീസിൽ പോലും ചെയ്യേണ്ട കാര്യമില്ല. എല്ലാം അവർക്ക് തന്നെ ഓൺലൈനിൽ കയറി അടയ്ക്കാവുന്ന ഒരു സാധനമാണ്. ഈസി ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് ഫോളോ അപ്പ് ചെയ്ത് അടയ്ക്കാം. അവർക്ക് തന്നെ അവരുടെ ചെല്ലാനുകളെല്ലാം വണ്ടി അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ സർവീസസ് നമ്മുടെ സൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ പുതിയ, അതായത് 10,000 രൂപയാണ് അല്ലെങ്കിൽ 5,000 രൂപയാണെങ്കിൽ അതിൻ്റെ പുതിയ പേയ്മെൻറ്റ് 2,500 അല്ലെങ്കിൽ 5,000 രൂപ എന്നുള്ളത് കാണുകയും ചെയ്യും. അതിനകത്ത് കയറി ഓൺലൈൻ അടയ്ക്കുകയും ചെയ്യും. അപ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ചാൽ ലാസ്റ്റ് മിനിറ്റിൽ ഓഫീസിൽ വന്നിട്ടുള്ള അറിബറി ഒഴിവാക്കുകയും ചെയ്യാം. അവർക്ക് തന്നെ ഫുൾ ഇതാകുക. എന്നുവരെയാണ് നമുക്ക് അടയ്ക്കാവുന്നത്? 31/12/2024 വരെ ഉള്ളത് ഈ നമ്മുടെ ഏപ്രിൽ 30-ാം അടച്ചു തീർത്ത് ആംനസ്റ്റി സ്കീം ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 20 ദിവസം കൂടി ഉണ്ട്, കുറച്ചധികം ദിവസം കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ അത് അതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ നമ്മളെല്ലാ മറ്റു ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ ഒഴിവാണ്, നമ്മൾ പുതിയൊരു സ്ലൈറ്റിൽ തുടങ്ങാം എന്നുള്ളതാണ്. അപ്പോൾ ഏത് സൈറ്റിലാണ് നമ്മൾ അതിന് വേണ്ടി കയറേണ്ട? പരിവാഹൻ സൈറ്റിൽ തന്നെ അതിനകത്ത് സർവീസസ് ഡോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം തന്നെ ഇപ്പോൾ മീഡിയ മുഖേനയൊക്കെ ഇത് അറിയിക്കുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഇപ്പോൾ വാട്സപ്പ് മുഖേനയൊക്കെയുള്ള കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നുണ്ട്. എല്ലാവർക്കും ഈസിയായിട്ട് ആക്സസ് ചെയ്യാവുന്നൊരു വലിയൊരു ലോങ് കമ്പ്യൂട്ടർ പ്രോസസ്സൊന്നും അല്ല. വളരെ നിസ്സാരമായിട്ട് തന്നെ ഒരു 5 മിനിറ്റ് ചെയ്താൽ അവരെല്ലാം തീർത്ത് പോകാവുന്ന ഒരു സംവിധാനം. അപ്പോൾ അതിൽ നമ്മുടെ പേര്, വാഹനത്തിൻ്റെ നമ്പർ, പിന്നെ ചേസ് നമ്പറും കൂടി കൊടുക്കും. ചേസ് നമ്പറും കൂടി കൊടുത്തു കഴിയുമ്പോൾ ആ സർവീസസ് എന്ന പ്രോസസ്സിലേക്ക് ആദ്യം പോവുക. ഈ സർവീസിലേക്ക് പ്രോസസ്സ് പോയി കഴിയുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിയുമ്പോൾ അത് അതിൻ്റെ അടുത്ത ലെവലിൽ നിങ്ങളുടെ പേയ്മെൻറ്റ് ഇതാണെന്ന് പറഞ്ഞിട്ട് അടുത്തൊരു ഗേറ്റ് വേ വരും. ആ ഗേറ്റ് വേയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്രയും പേയ്മെൻറ്റ് അടച്ച് തീർക്കാവുന്നതാണ്. അതിൻ്റെ റെസിപ്റ്റ് നമ്മൾ സൂക്ഷിക്കുകയോ വെച്ചാൽ വളരെ ഉപകാരപ്പെടും. അപ്പോൾ നമ്മളിത് ഈ ഫൈൻ അടയ്ക്കാതെ കിടന്നാൽ, നമ്മൾ ഈ വാഹനം വിൽക്കുന്നുമില്ലെങ്കിൽ എത്ര കാലം വേണമെങ്കിലും ഈ ഫൈൻ നമ്മളെ വല്ലതും കിടക്കുകയുള്ളൂ? മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കില്ല ഈ ഫൈൻ? അല്ല, ഇത് ഒരു സർവീസ് നടക്കാതെ വരും. ഇപ്പോൾ നാളെ ഒരു പക്ഷേ പെട്ടെന്ന് പേര് മാറാൻ വേണം, അല്ലെങ്കിൽ ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് ഈ സർവീസ് നടക്കാതെ വരുന്നൊരവസ്ഥയുണ്ട്. അത് പ്രൈവറ്റ് വണ്ടി ആയതുകൊണ്ടാണ്. മറ്റു ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് മിക്കവാറും അവർ അറിയുന്നതുകൊണ്ട് എല്ലാ കൊല്ലമൊക്കെ തീർത്ത് പോകും. പ്രൈവറ്റ് വണ്ടികൾക്കാണ് ഇങ്ങനെ വിഭവമായ തുക വരുന്നത്. അപ്പോൾ പലതും തന്നെ ഓൾട്രേഷനുകൾ, അനധികൃതമായ ലൈറ്റുകൾ പിടിപ്പിച്ചിരിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ വലിയ നല്ല പൈസ ഫൈൻ വരുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു കാര്യത്തിൽ ഒരു അബദ്ധം പറ്റിയതാണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യത്തിൽ ഒഴിവാക്കുമ്പോൾ ഇത് പൈസയൊക്കെ തീർക്കാൻ പറ്റുന്ന വലിയൊരു സൗകര്യമാണ് അത്. അപ്പോൾ വലിയ ഫൈനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ കാര്യം തന്നെയാണ്. 50% അടച്ചാൽ മതി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഇത്തരം ഫൈൻ ഉണ്ടോ എന്ന് പരിശോധിക്കാം. അപ്പം വിനോദ് സാറിനോട് ചോദിക്കട്ടെ. വിനോദ് സാർ എപ്പോഴും ഈ റോഡിൽ നമ്മളെപ്പോഴും കാണുന്ന ആളാണ്. തന്നെയല്ല ധാരാളം ക്ലാസ്സുകളൊക്കെ ഈ എൻഫോഴ്സ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ, ബോധവൽക്കരണ ക്ലാസ്സൊക്കെ എടുക്കുന്ന ആളാണ്. എന്നെ ഒരു ക്ലാസ്സിലൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് സാർ മലയാളികൾ ചെയ്യുന്ന ഏറ്റവും വലിയ വാഹനമായിട്ട് ബന്ധപ്പെട്ട ഒഫൻസുകൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം ഒഫൻസുകൾ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലും റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ നമുക്ക് SMS ആയിട്ട് വരും. അപ്പോൾ ഞങ്ങൾ ചെക്കിങ്ങിൻ്റെ ഇടയിൽ ഒരു വണ്ടി ചിലപ്പോൾ ചെല്ലാൻ അടിക്കാനായിട്ട് നമ്പർ അടിക്കുമ്പോൾ തന്നെ പ്രീവിയസ് ഒഫൻസുകൾ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു 4 ഒഫൻസൊക്കെ ലിസ്റ്റ് ചെയ്ത് കാണുന്ന ഒരു വണ്ടിയാണെങ്കിൽ ആ വരുന്ന ഡ്രൈവർ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇവൻ ഹാബിച്വൽ ഒഫൻഡറാണ് നമ്മുടെ മുമ്പിൽ. നേരത്തെ ഹെൽമെറ്റ് ഇല്ലാതെ വന്ന കേസുകൾ ചിലപ്പോൾ കാണാൻ സാധിക്കും. ഇപ്പോഴും ഹെൽമെറ്റ് ഇല്ലാണ്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇവൻ സ്ഥിരമായിട്ട് ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്ന ഒരു വ്യക്തിയാണെന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ അത് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? അത് പരിവാഹൻ വെബ്സൈറ്റിൽ മൊബൈൽ നമ്പർ അപ്ഡേഷൻ എന്ന് പറയുന്ന ഒരു ലിങ്ക് തന്നെ ഉണ്ട്. അത് 2 രീതിയിൽ ചെയ്യാം. ഓഫീസിൽ പോവാതെ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്, അതല്ലാതെ ഓഫീസിലേക്ക് ആപ്ലിക്കേഷൻ പോലെ ചെയ്തിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് കൂടിയുണ്ട്. അപ്പോൾ ആ 2 മെത്തേഡിൽ ഏത് മെത്തേഡാണെങ്കിലും മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ചെല്ലാൻ വരുമ്പോൾ തന്നെ
SMS ആയിട്ട് ലഭിക്കും. അതിനകത്ത് ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഒരു ചാർജ് ഷീറ്റ് തന്നെ കാണാൻ സാധിക്കും, ഫോട്ടോ കാണാൻ സാധിക്കും, ലൊക്കേഷൻ കാണാൻ സാധിക്കും, ഏത് ഓഫീസറാണ് കേസ് എടുത്തതെന്നുള്ളത് കാണാൻ പറ്റും. ഓഫീസറുടെ കോൺടാക്ട് നമ്പർ വരെ, മൊബൈൽ നമ്പർ വരെ അതിനകത്ത് വ്യക്തമായിട്ട് കാണാം. അപ്പോൾ എനിക്ക് എൻ്റെ പേര് 4 വണ്ടികളുണ്ടെങ്കിലോ 4 വണ്ടിയും ഇതുപോലെ തന്നെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലിങ്ക് വരുന്ന അതിനകത്ത് നോക്കി കാണാൻ വ്യക്തമായിട്ട് സാധിക്കുന്നതാണ്. ഇത് പലരും ചെയ്യുന്നില്ല. കാരണം പലപ്പോഴും നമ്മുടെ അടുത്ത് വരുന്ന ആളുകൾ സാറേ ഞാനിതൊന്നും അറിഞ്ഞില്ല, 10 ഹെൽമെറ്റ് കേസ് ഉണ്ടാവും, സാറേ ആദ്യത്തെ വന്നപ്പോഴെങ്കിലും എന്നോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഹെൽമെറ്റ് ഇല്ലാതെ പിന്നെ യാത്രയില്ലായിരുന്നു എന്ന് പറയുന്ന ആൾക്കാർ വരെ ഉണ്ട്. അത് അറിയണമെങ്കിൽ ഈ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാന്നുള്ള ഒരു മാർഗ്ഗമേ അതിനകത്തുള്ളൂ. ഇതിനകത്ത് ഇപ്പോൾ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന ഒരു ബുദ്ധിമുട്ട്, നമ്മുടെ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സ്റ്റേഷനിൽ പോയിട്ട് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ OTP വരണം. OTP വരണമെങ്കിൽ ഈ ഫോൺ നമ്പർ വേണം. എൻ്റെ ഭാര്യ ഇപ്പോൾ രാവിലെ ചോദിച്ചു വിട്ടാണ് അവിടെ ചോദിക്കണം, അവളുടെ വണ്ടിയായിട്ട് പോയിട്ട് അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ട് പൊല്യൂഷൻ ചെയ്യാൻ പറ്റിയില്ല. അല്ല, അപ്പോൾ മിക്കവാറുമുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പല വീടുകളിലും ചിലപ്പോൾ ഇവർ ആധാർ നമ്പറിൽ ചെയ്തിരിക്കുന്ന ആധാർ നമ്പർ അന്ന് പക്ഷേ ഏതെങ്കിലും വണ്ടിയുടെ ഡീലർഷിപ്പിൽ നിന്ന് ആളുകളുടെ നമ്പറോ അല്ലെങ്കിൽ അന്ന് വണ്ടി കൊണ്ടുപോയ ആരെങ്കിലും നമ്പറോ അന്ന് ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വരുമ്പോൾ നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ ചെന്ന് അപ്ഡേറ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ പറയും OTP വന്ന ഫോൺ ചോദിക്കുമ്പോൾ ഒരുപക്ഷെ ആ ഫോൺ നമ്പർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അയാൾ വിദേശത്തായിരിക്കും. ഇപ്പോൾ വിദേശത്തായിരിക്കുന്ന ഒരാൾക്കാണെങ്കിൽ പോലും അവിടെ നിന്ന് ഞാനിങ്ങനെ വിദേശത്താണ്, അവന് ഫോൺ നമ്പർ, അയാളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി, ഞാൻ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ട് എൻ്റെ നാട്ടിലുള്ള ഫാദറിൻ്റെ പേരിലേക്ക് ഇന്ന ആധാർ നമ്പറിലേക്കുള്ളതിലേക്ക് ഒരു അപേക്ഷ കൊടുക്കണമെന്ന് അപേക്ഷ കൊടുത്ത് ഓൺലൈൻ ചെയ്താൽ അതും ചെയ്തു കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അത് അത്രത്തോളം നമ്മുടെ കാര്യങ്ങൾ കുറേ കൂടി സ്മൂത്തായിട്ട് തന്നെ, ഇപ്പോൾ ആൾ ബൈ പേഴ്സൺ വരണമെന്നില്ല, എല്ലാം കൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാവുന്ന സൗകര്യമുണ്ട്. അപ്പോൾ അതോടുകൂടി പിന്നെ ആ പ്രശ്നം തീരും. ഈവൻ വണ്ടി വിൽക്കുന്ന അവസരത്തിലാണെങ്കിൽ പോലും വിദേശത്താണെങ്കിൽ പലർക്ക് ചിലപ്പോൾ വരാൻ കഴിഞ്ഞൊന്നും വരില്ല, അല്ലെങ്കിൽ എംബസിയിൽ പോയിട്ട് ഇതേപോലെ സർട്ടിഫിക്കേഷൻ ഒന്നും മേടിച്ചിട്ട് കൊടുക്കുന്നത് പ്രാക്ടിക്കലി സാധാരണക്കാരന് പോസിബിൾ അല്ല. അപ്പോൾ ഇങ്ങനെ ഒരു സാധ്യത കൂടി ഉള്ളതുകൊണ്ട് ഏറ്റവും നമ്മൾ പറയുന്നത് നമ്മുടെ വീടിൻ്റെ പുട്ടി താക്കോല് കയ്യിലുള്ളതുപോലെ നമ്മുടെ വാഹനമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങളും വിക്കോ ട്രാൻസാക്ഷനോ അല്ലെങ്കിൽ ഈവൻ ചെല്ലാൻ പുക ടെസ്റ്റ് എന്ത് ചെയ്യണമെങ്കിലും ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് പ്രൈമായിട്ട് ഒരാൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. അപ്പോൾ ആ ഫോൺ നമ്പർ എന്ന് പറയുന്നത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യുന്ന അതേ നമ്പർ വേണം. ഇപ്പോൾ ആധാറിലുള്ള ഫോൺ നമ്പർ ആണെങ്കിലാണല്ലോ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ, അതാണല്ലോ ഉള്ളത്. ഇനി അല്ല എങ്കിൽ ഇപ്പോൾ എൻ്റെ ഫാദറിൻ്റെ ആധാർ നമ്പർ ഇതാണ്, ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി, ഇപ്പോൾ എല്ലാവരിലും ആധാർ കാർഡിൻ്റെ ഫോൺ നമ്പർ വരുന്നുണ്ട്. അപ്പോൾ അതുകൂടി അപ്ലൈ ചെയ്താൽ ഈസി ആയിട്ടുള്ള പ്രോസസ്സ് നടക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മൾ ഈ താർ ഓണേഴ്സിൻ്റെ പേരിൽ ധാരാളം കേസ് വരുന്നത്, അത് അറിയാതെ സംഭവിക്കുന്നതാണ്. എന്താണ് താറിൽ നിങ്ങൾ കാണുന്ന ഒരു ഒഫൻസ്? അതായത് കാർ ഓണേഴ്സ് പൊതുവെ കാണുന്നതെന്ന് വെച്ചാൽ അവർക്കൊരല്പം ഒരു എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ളതും കുറച്ച് ഒരു റഫ് ഡ്രൈവിംഗ് ഒക്കെ താല്പര്യമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പലരും ആദ്യകാലത്തൊക്കെ ചെന്ന് ഈ HSRP നമ്പർ പ്ലേറ്റ് അയച്ച് മാറ്റി പുതിയ ടൈപ്പുള്ള നമ്പർ പ്ലേറ്റുകളോ മോഡലുകളൊക്കെ മാറ്റുക. പിന്നെ ഒരു കാലത്തുണ്ടായിരുന്ന ട്രെൻഡായിരുന്നു ഈ ഹെഡ്ലൈറ്റുകൾ ഒക്കെ മാറ്റി പുതിയ ടൈപ്പ് ഓഫ് ഹെഡ്ലൈറ്റ് വയ്ക്കുക. അപ്പോൾ കുറേ ഇഷ്ടംപോലെ ലൈറ്റുകൾ പിടിപ്പിക്കുക. ഇതൊക്കെ ഹൈക്കോടതി അനുവദിക്കാതിരിക്കുന്ന കാര്യങ്ങളാണ്. അതേപോലെ ഈ നമ്പർ പ്ലേറ്റിൻ്റെ കേസിൽ നമ്പർ പ്ലേറ്റ് HSRP നമ്പർ പ്ലേറ്റ് മാറ്റിയാൽ ആദ്യ പ്രാവശ്യം 3000 രൂപയാണ് ഫൈൻ, രണ്ടാമത്തെ പ്രാവശ്യം 7500 രൂപ വരണം. ചില കേസുകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ 50,000, 75,000, 1 ലക്ഷം രൂപ വരെയൊക്കെ ഫൈനായിട്ട് കൊണ്ടുപോകും. അപ്പോൾ എൻ്റെ ഡ്രൈവറാണെങ്കിൽ പുള്ളി ജോലിക്ക് കയറിയ സമയത്ത് ഈ താറായിരുന്നു ഇതിൻ്റെ അന്ന് പുതിയതായിട്ട് ഇറങ്ങിയ ട്രെൻഡ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വന്നിട്ട് ഡീലർഷിപ്പിലുള്ളവരും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഇത് വണ്ടി ദൂരെ നിന്ന് കണ്ടാൽ കൃത്യമായിട്ട് ഏതൊക്കെ സ്പെസിഫിക്കേഷനാണെന്ന് അറിയാം. അതുകൊണ്ട് ഇപ്പോഴും താറ് കാണുമ്പോൾ പുള്ളി ഒന്ന് കാലെടുത്ത് ഒന്ന് സ്ലോ ആക്കി സാർ ആ ലൈറ്റ് മാറ്റി ഇത് വെയിറ്റ്, അത് വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പോൾ കമ്പനികൾ റോക്സൊക്കെ വന്നപ്പോൾ എനിക്ക് പുതിയ ലൈറ്റുകളൊക്കെ അവർ അപ്ഡേഷൻ ആക്കി. അക്കാലത്ത് അത് അവൈലബിൾ ആയിരുന്നില്ലാത്തതുകൊണ്ട് ഒരു വ്യാപകമായ ഒരു ആദ്യകാലത്ത് ഇറങ്ങിയ വാഹനങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓൾട്ടറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ താർ ഓണേഴ്സ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തേക്കും, നിങ്ങളുടെ പഴയ താറാണെങ്കിൽ ഇത്തരത്തിലുള്ള അല്ല, ഞാൻ അവരുടെ ഒരു ആഗ്രഹം കൊണ്ട് ഓൾട്ടറേഷനൊക്കെ പറയുന്നതാണ്. എന്നിരുന്നാൽ പോലും നമുക്ക് നിയമപരമായിട്ടുള്ള പല കാര്യങ്ങളെല്ലാം അനുവദിക്കാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളല്ല ഉദ്ദേശിച്ചത്. വലിയ നമ്പർ പ്ലേറ്റ് HSRP നമ്പർ പ്ലേറ്റ് പറഞ്ഞാൽ ഏറ്റവും വലിയ സുരക്ഷയുള്ള കാര്യമാണ്. അത് അയച്ചു മാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ പലരും അറിവില്ലായ്മ കൊണ്ടാണെങ്കിലും അത് റിപ്പീറ്റഡ് ആകുമ്പോൾ 3000, 7500, 15000 അങ്ങനെ പോവുകയാണ്. അപ്പോൾ വരുന്ന എമൗണ്ട് 3 കേസ് വന്നാൽ ഇതാണ് പ്രശ്നം. പിന്നെ എന്താണ് സാർ മറ്റെന്തൊക്കെയാണ് സാധാരണ മലയാളികളുടെ ഒഫൻസുകൾ? പ്രധാനമായിട്ടും ഈ 2 വീലറൊക്കെ രാത്രി പോകുമ്പോൾ സ്വാഭാവികമായും ഇവർ ആരും കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് ചിലപ്പോൾ ഹെൽമെറ്റില്ലാതെ ഹെൽമെറ്റ് ഊരിയും. കഴിഞ്ഞ ദിവസം കിട്ടിയ കുറേ ഫോട്ടോസ്, അപ്പോൾ AI ക്യാമറ പിടിക്കുന്ന ഫോട്ടോസാണ്. അതിനകത്ത് പട്ടിയെ കയറ്റിക്കൊണ്ട് വണ്ടിയിൽ 4 പേരും പട്ടിയും, അതുകൂടാതെ ഈ പറയുന്ന കുട്ടികളെയൊക്കെ മുകളിൽ കയ്യിലൊക്കെ ഇരുത്തിക്കൊണ്ട് വണ്ടിയിൽ കൊണ്ടുപോകുന്നു, 2 വീലറിൽ കൊണ്ടുപോകുന്നു. അതുപോലെ ചിലർ ഈ ക്യാമറ കാണുമ്പോൾ പുറയിലെ നമ്പർ പ്ലേറ്റ് ഇങ്ങനെ പൊത്തും. അതുവരെ നമുക്കിവിടെ ഫോട്ടോ ആയിട്ട് ക്യാമറ എടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ വണ്ടിയുടെ സ്പെസിഫിക്കേഷനൊക്കെ നോക്കിയിട്ടാണ് പിന്നെ അവർ ട്രേസ് ചെയ്ത് പിടിക്കാൻ പറ്റുന്നത്. നമ്മൾ ഈ സീറ്റ് ബെൽറ്റ് ഇപ്പം മലയാളികൾ വ്യാപകമായിട്ട് ധരിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എന്താണ് നിങ്ങളുടെ ഒരു സീറ്റ് ബെൽറ്റ്? ഓൾമോസ്റ്റ് ഒരു 99% ഇപ്പോൾ സീറ്റ് ബെൽറ്റ് ഇടുന്ന ഒരു ശീലമായി കഴിഞ്ഞു മലയാളികൾക്ക്. പുറകിലുള്ള ആളുകൾ ഇടുന്നത് ഇപ്പോൾ ആയിട്ടില്ല. അത് ഞങ്ങൾ പലപ്പോഴും ബോധവൽക്കരണം നടത്താറുണ്ട്. കാരണം ഫ്രണ്ട് ഫേസിംഗ് ആയിട്ടിരിക്കുന്ന എല്ലാ സീറ്റിലും സീറ്റ് ബെൽറ്റ് ഉണ്ട്. മാനുഫാക്ചർ അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഇട്ടേ വണ്ടിയിൽ ഇരിക്കാവോ എന്ന് പറയാറുണ്ട്.
അപ്പോൾ നമ്മളൊക്കെ ഈ മാധ്യമങ്ങളിൽ വായിക്കുന്നത് ഇവിടുത്തെ ക്യാമറകളെല്ലാം കണ്ണടച്ചു എന്നാണ്. അങ്ങനെയല്ലേ ഇപ്പോൾ കാര്യം? ഒരിക്കലും അത് നിങ്ങളുടെ ഇവിടുത്തെ വാർത്തയാണോ കണ്ണടച്ചു? അല്ല, അത് എന്താ വെച്ചാൽ ആളുകൾക്ക് നിന്ന് ചില സമയത്ത് ഇപ്പോൾ ഹൈവേ നമ്മുടെ വ്യാപകമായിട്ട് നമ്മുടെ റോഡുകളെല്ലാം വിപുലീകരണം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മെയിൻ ജംഗ്ഷനുകളിലൊക്കെ ഉണ്ടെന്ന് പലതും ആ റോഡ് വൈഡനിങ്ങിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മാറ്റിവെക്കുകയോ റീപ്ലേസ് ചെയ്യുകയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ നോക്കുമ്പോൾ മെയിൻ റോഡിൽ എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ക്യാമറ ഇല്ലാതെ ഇപ്പോൾ ഇതെല്ലാം തീർന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ തന്നെ ഞങ്ങൾ 64 ക്യാമറയാണ്, 61 മറ്റേ സാധാരണ ക്യാമറ എറണാകുളം ജില്ലയിൽ ക്യാമറയും 2 മറ്റേ പാർക്കിംഗ് ക്യാമറയും ഒരു നമ്മുടെ ഒരു വാഹനത്തിൽ തന്നെ റഡാർ ഡിറ്റക്ട് ചെയ്തിട്ടുള്ള ക്യാമറയാണ്. അങ്ങനെയാണ് 64 ഉള്ളത്. അതിനകത്ത് 6 or 7 ഈ റോഡ് സൈഡിൻ്റെ റോഡിലെ വർക്കുകൾ മൂലം റീപ്ലേസ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള കുഴപ്പം ചില നമുക്ക് റീപ്ലേസ് ചെയ്താലും ചിലപ്പോൾ ഒരു പക്ഷേ 3 മാസം 4 മാസമൊക്കെ വർക്ക് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഒരു പക്ഷേ ആ വെന്യൂവിൽ പിന്നെ അത് യൂസ് ചെയ്യണതിന് നമുക്ക് സ്കോപ്പ് ഉണ്ടാവില്ല. അങ്ങനെയുള്ളതല്ലാതെ അപ്പോൾ ആളുകളുടെ വിചാരം ഇതെല്ലാം അങ്ങനെയാണെന്നുള്ളതാണ്. ഓരോ ദിവസവും ഒഫൻസിൻ്റെ എണ്ണം കൂടുന്നതല്ലാതെ കുറയുന്നില്ല. അത് ഒരു ജനറേഷൻ വരുമ്പോൾ അത് തീർന്ന് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും പുതിയ ജനറേഷൻ എന്നും പുതിയ കുറേ ആളുകൾ വരുന്നുണ്ടല്ലോ പുറത്തേക്ക്. അപ്പോൾ അതാണ് അതിനകത്തുള്ള ഒരു കാര്യം. 64 പേര് കാണുന്നുണ്ടല്ലോ. അത് എറണാകുളം ജില്ലയിൽ മാത്രമേ ഇന്നും കാണുന്നുണ്ട്. 64 24 മണിക്കൂർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയല്ല, ഈ കാണുന്ന ഈ ഒരു ക്യാബിൻ എന്ന് പറയുന്നത് അവിടെ ഫുൾ ടൈം ഈ ക്യാമറകൾ മോണിറ്റർ ചെയ്യണം. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോൾ കണ്ടതാണ്. അപ്പോൾ അതിൽ നമ്മളെ അമ്പരപ്പിക്കുന്ന വസ്തുത ഞാൻ എപ്പോഴും പല വീഡിയോയിലും പറയുന്നത്, നമ്മൾ ഈ ട്രാഫിക് സെൻസിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഈ തലമുറക്കാളും മോശമായിട്ടാണ് അടുത്ത തലമുറ എനിക്ക് തോന്നിയത്. അത് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്നത്. ഞാൻ കണ്ടൊരു ഞെട്ടിക്കുന്ന വീഡിയോ ആണ്. കൊച്ചു കുട്ടിയെ കൊണ്ടും ഫ്രണ്ടിൽ നമ്പർ പ്ലേറ്റ് പൊതിച്ച് വയ്ക്കുകയാണ് അച്ഛൻ, അതായത് ക്യാമറയുടെ മുന്നിലെത്തിയപ്പോൾ. ആ കുട്ടിയുടെ മനസ്സിലപ്പോൾ ഈ പറഞ്ഞ നിയമലംഘനം വളരെ ചെറുപ്പത്തിൽ മനസ്സിലെത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ്, അതുപോലെ ഞാൻ എപ്പോഴും കാണുന്നൊരു കാര്യമാണ്, ഈ സ്കൂളിൽ പോകുന്ന കുട്ടികളെ 1 way തെറ്റിച്ച് കൊണ്ടുപോകും. കുട്ടി മുന്നിലിരിക്കുന്ന അച്ഛൻ സ്കൂട്ടർ ഓടിച്ച് 1 way തെറ്റിച്ച് പോകും. ഇത് എപ്പോഴും ആ കുട്ടി വിചാരിക്കുന്ന 1 way തെറ്റിക്കാനുള്ളതാണെന്നൊരു ബോധമാണ് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ധാരാളം ക്ലാസ്സുകളൊക്കെ ഇവരിപ്പോൾ ഇവിടെ നടത്തുന്നുണ്ട്. എങ്കിലും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ജനങ്ങൾ എപ്പോഴും വലിയ ശത്രുക്കളായിട്ടാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ. കാരണം നിങ്ങളിതെല്ലാം വളരെ ശക്തമായി നടപ്പിലാക്കുന്നുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഈ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് ഇത്രയും നമ്മുടെ അടുത്ത് അത്ര ശക്തമായ രീതിയിൽ ഈ നിയമങ്ങൾ നടപ്പാക്കാത്തത്? എന്താ വെച്ചാൽ നമ്മളിവിടെ കുറച്ചും കൂടി കീനായിട്ട് ഇത് വാച്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ആളുകളാണെങ്കിലും ഇതൊക്കെ അറിവില്ലായ്മ കൊണ്ടൊന്നുമല്ല. ഇത് ഒരു ചെറിയ ഏജ് ഗ്രൂപ്പിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇപ്പോൾ ഞാനും ഇവിടെ ജോയിൻ ചെയ്തതിന് ശേഷം ഏകദേശം 1 കൊല്ലത്തിൻ്റെ അടുത്താവുന്നു. ഞങ്ങൾ 50,000 പേർക്കോളം നമ്മൾ റോഡ് സേഫ്റ്റി ക്ലാസ് കഴിഞ്ഞു. ആദ്യമൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ പറയാൻ വലിയ ഒരു വിഷമത്തോടു കൂടിയൊക്കെയാണ് അവരെ ക്ലാസ്സിൽ വരുന്നത്. അതിനുശേഷം ആ 2-2.5 മണിക്കൂർ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ വളരെ ആത്മാർത്ഥമായിട്ടും അപ്പോൾ അതിൻ്റെ റിവ്യൂസൊക്കെ എനിക്ക് യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ റിവ്യൂസ് ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ കളക്ടർ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ പ്രമുഖരായ വ്യക്തിത്വങ്ങൾ അവരുടെ ഒരു അനുഭവം കൂടി ഷെയർ ചെയ്യാം. അപ്പോൾ പലരും വനിതകളും ഇപ്പോൾ 60%, 50-60% ഡ്രൈവിംഗ് ലൈസൻസിന് വനിതകളാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വനിതകളുടെ പോലും ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത് ഷീല കൊച്ചൂസ് മാഡം ഒരു ദിവസം ഞാൻ അവരോട് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഞാൻ എന്താ പറയാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവർ ലോകം മുഴുവൻ യാത്ര ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നപ്പോൾ ആളുകൾ വലിയ നന്നായിട്ട് ഇത് എടുക്കുക ചെയ്തു. അപ്പോൾ ആളുകൾക്ക് ഇപ്പോൾ ഇത് ഞങ്ങൾ കുറച്ചും കൂടി നമ്മൾ അവരോട് ഇടപെടുകയും അവരോട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വലിയൊരു റെസ്പോൺസ് കാണുന്നു. പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് മാറിയേക്കണതാണ് ഈ ഇടതുവശത്തേക്കൂടെ ഓവർടേക്കിങ്, അതേപോലെ ആക്ച്വൽ ലെഫ്റ്റ് തിരിയണതിൻ്റെ ഒരു 100 മീറ്റർ എവിടെ നിന്നാലും വേണ്ടില്ല ലെഫ്റ്റ് തിരിഞ്ഞ് ഏത് സൈഡിലേക്ക് അകത്തേക്ക് കയറാം. അതൊക്കെ എനിക്ക് തോന്നുന്നു ഈ 4, 5, 10 കൊല്ലം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു മാറ്റമാണ്. അതൊക്കെ എനിക്ക് തോന്നുന്നു പഠിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഈ 50,000 പേരിൽ ഞങ്ങൾ ക്ലാസ് എടുത്ത് 10,000 പേരോളം എറണാകുളം റോട്ടറി ക്ലബ്ബുമായിട്ട് ചേർന്നിട്ട് ചെറിയ ക്ലാസ്സുണ്ട്. അത് LKG UKG pre-K ക്ലാസ്സുകളിലാണ് പോയിട്ട് ട്രെയിനിങ് നടക്കുന്നത്. എന്ന് വെച്ചാൽ വലിയ ആളുകൾക്ക് കൊടുക്കണതിൽ നല്ലത് കുറച്ച് കൊച്ചുകുട്ടികളെ കൊണ്ട്. അപ്പോൾ അവരെ പറയുകയാണ് അച്ഛാ ലൈസൻസ് എടുക്കുക, അല്ലെങ്കിൽ റെഡ് ലൈറ്റ് നിർത്തണം, ഹെൽമെറ്റ് നിങ്ങൾക്ക് മാത്രം മതിയോ, ഞങ്ങൾക്ക് കൂടി ഹെൽമെറ്റ് വേണ്ടേ എന്ന് വെച്ചാൽ പല സ്കൂളുകളിലും ഞങ്ങൾ പോകുമ്പോൾ കാണുന്നത് അച്ഛനും അമ്മയ്ക്ക് ഹെൽമെറ്റ് ഉണ്ട്, പിള്ളേർക്ക് ഹെൽമെറ്റ് ഇല്ല. അപ്പോൾ അവർ ചോദിക്കണം അപ്പോൾ അച്ഛാ എനിക്ക് ഹെൽമെറ്റ് വേണ്ട, എൻ്റെ തലയ്ക്കൊരു വിലയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എത്ര ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും ആളുകൾ വേണ്ടാന്ന് വെച്ചിട്ടൊന്നുള്ള ഒരു ഹെൽമെറ്റ് അത്ര ഒരു അഫോർഡബിളാണ് ഇപ്പോൾ കേരളത്തിലെ ഏതൊരാൾക്കും പറ്റാത്തൊരു കാര്യമൊന്നുമല്ല. പക്ഷേ 3 പേര് പോകണം, കൊച്ചുങ്ങളെ ഇടയ്ക്ക് വെച്ചുകൊണ്ട് പോകണം, അവർക്ക് ഹെൽമെറ്റ് ഇല്ല എന്നുള്ളതൊക്കെ ഒരു വ്യാപകമായിട്ട് കാണുന്നൊരു കാര്യമാണ്. അതുപോലെ മറ്റൊരു കാര്യം സാർ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ അന്യസംസ്ഥാന വാഹനങ്ങൾ ഇപ്പോൾ കേരളത്തിലേക്ക് വരുന്നത്. ഇപ്പോൾ ഡൽഹിയിലെ ഡീസൽ ബാനൊക്കെ വന്നപ്പോൾ എല്ലാ ദിവസവും എനിക്ക് 100 കണക്കിന് ഇന്നോവകളും ഈ ഫോർച്യൂണറുകളും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാനൊക്കെ ഒരു അന്യസംസ്ഥാന വാഹനം എടുത്ത് അറിയില്ല, ഞാനിവിടെ വന്നത് കേരള രജിസ്ട്രേഷനാക്കി. ഇതിപ്പോൾ അങ്ങനെ ഒരു എന്താ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു നടപടി ഇല്ലേ? കാരണം കാണുന്നുണ്ട് അത് വാങ്ങിക്കുന്നവർക്ക് വേണ്ടി ഒരു ബോധവൽക്കരണത്തിന് ഞാൻ ചോദിച്ചത്. അല്ല, എനിക്ക് തോന്നുന്നത് എല്ലാ ഓഫീസുകളിലും നല്ല വ്യാപകമായിട്ട് തന്നെ ഒരു രജിസ്ട്രേഷൻ ഭീമമായ തുക ഈ അന്യ സംസ്ഥാനങ്ങളുടെ ടാക്സിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു വരുന്ന എണ്ണത്തിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലുള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്തരം റോഡുകളിലും ഫീൽ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു മിക്കവാറും 30 days NOC എടുത്തിട്ട് കൊണ്ടുവരാൻ സമയമുണ്ട്. പിന്നെ 1-2 മാസം അതിൻ്റെ പേപ്പർ വർക്കോ അല്ലെങ്കിൽ ചെല്ലാനുകളൊക്കെ തീർക്കാൻ
എടുക്കാനുള്ളത് കൊണ്ടാണ് ഇത്രയും കാണുന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ കമ്പാരിറ്റീവ്ലി ഒരു 2, 3 അല്ലെങ്കിൽ 4 കൊല്ലം മുമ്പുള്ളേക്കാളും ഭീമമായ തുകയാണ് ഈ അന്യസംസ്ഥാനങ്ങളുടെ ടാക്സ് നമുക്ക് കേരളത്തിലേക്ക് വരുന്നത്. ഭയങ്കരമായിട്ടുണ്ട്. നമ്മൾ പക്ഷേ വണ്ടി എണ്ണം കൂടുതൽ കാണുന്നുണ്ട് നമുക്ക് തോന്നും. നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു എറണാകുളത്ത് തന്നെ നമ്മളൊന്ന് കറങ്ങി തിരിച്ചു വന്നാലും ഒരു 50 വണ്ടി സുഖമായിട്ട് അന്യസംസ്ഥാനം. പലതും നമ്മൾ നോക്കുമ്പോൾ ഒരുപക്ഷെ നമ്പർ കിട്ടാനുള്ള പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ടാക്സ് അടച്ചു ബാക്കിയുള്ള പ്രോസസ്സ് തീരുക അല്ലെങ്കിൽ ഹിയറിങ്ങിന് ചെല്ലാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ശരിക്കും നമ്മൾ എത്ര മാസമാണ് ഒരു അന്യസംസ്ഥാനം 30 ദിവസത്തിനുള്ളിൽ ഇവിടെ വന്നാൽ NOC എടുത്തിട്ട് വന്നാൽ ഉടനെ മാറ്റാവുന്നതാണ്. പക്ഷേ ചില കേസുകൾക്ക് ചില എന്തെങ്കിലും ഡോക്യുമെൻറ്റോ അല്ലെങ്കിൽ അതിൻ്റെ പർട്ടിക്കുലർ ആൾ ഇവിടെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഹിയറിങ്ങിന് പോയിട്ട് ആ പ്രോസസ്സ് തീരാത്തത് അങ്ങനെയൊക്കെയാണ്. അല്ലെങ്കിൽ നമ്പർ ബുക്ക് ചെയ്താൽ ഇപ്പോൾ 40 ദിവസം സമയം കിട്ടുമല്ലോ. അപ്പോൾ ഇതെല്ലാം എല്ലാവരും വണ്ടി എടുത്താൽ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ഭാഗമുണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി ആളുകൾക്ക് ഇത് ദീർഘകാലം കൊണ്ട് കൊടുക്കണമെന്നൊന്നുമില്ല. പിന്നെ എന്താ വെച്ചാൽ ഇപ്പോൾ കാണുന്ന ഒരു ട്രെൻഡ്, ഞാൻ പലപ്പോഴും നമ്മളോട് സംസാരിക്കുമ്പോൾ അന്യസംസ്ഥാനത്ത് നിന്ന് കൊണ്ടുവന്നിട്ട് റോട്ടിൽ ഇറക്കണതിന് മുമ്പ് തന്നെ കേരള നമ്പറാക്കിയിട്ട് ഇറക്കുക എന്നുള്ള ഒരു ട്രെൻഡാണ് ഉള്ളത്. പിന്നെ കുറച്ച് ആളുകൾ കാണുന്നത് നമ്മളതിനകത്ത് മിക്കവാറും നമ്മൾ കാണുമ്പോഴൊക്കെ എവിടെ കണ്ടാലും ഒരു ചെല്ലാൻ അടിച്ചിട്ട് ഇന്ന ദിവസം വാഹനം കണ്ടു എന്നുള്ളത് ഒരു സാധനം ഉണ്ടാവും. അതും ഈ പറഞ്ഞ പോലെ OTPയിൽ അവരുടെ ഫോൺ നമ്പറിലേക്ക് ആവാത്തതുകൊണ്ട് ഒരു പക്ഷേ അവരറിയാത്തതാണ്. അത് കഴിഞ്ഞ് ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് എവിടെയെങ്കിലും ആൻസറബിൾ ആയിരിക്കും. രജിസ്റ്റർ മാറ്റാൻ ചെല്ലുമ്പോഴായിരിക്കും അല്ല ഇപ്പോൾ പിന്നെ നമ്മളൊക്കെ ഏതിലെ പോകുമ്പോൾ കാണുമ്പോൾ വെഹിക്കിൾ ഇന്ന സ്ഥലത്ത് വെച്ച് വാഹനം കണ്ടു ഉണ്ട്. ഇതിപ്പോൾ അടുത്ത കൊല്ലമാണെങ്കിൽ ഒരു കൊല്ലമായിട്ട് ഇവിടെ ഉണ്ടെന്നുള്ളതാണല്ലോ. അല്ലെങ്കിൽ അവന് കൃത്യമായിട്ട് തെളിയിക്കാൻ പറ്റണം അവൻ്റെ ഇൻഷുറൻസ് ജോലി പോകാം അവിടെയാണ് അല്ലെങ്കിൽ ഇത്ര പ്രാവശ്യം പോയി എന്നൊക്കെ. അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും ഒരു ചോദ്യം വരും. അതാണിപ്പോൾ സിസ്റ്റം ആയതോടെ വാഹന സൈറ്റ് വന്നോടുള്ള ഏറ്റവും വലിയൊരു ഗുണം അതാണ്. അപ്പോൾ നിങ്ങൾ റോഡ് സൈഡിൽ നിന്ന് കൈ കാണിച്ചില്ലെങ്കിലും ഞങ്ങൾ ഓടിച്ചു പോയാൽ ആ വാഹനത്തെ പറ്റിയ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ എല്ലാം കിട്ടും. മൊബൈൽ ഫോണിൽ എല്ലാം കിട്ടും. അതിന് പുതിയ നമ്പർ പ്ലേറ്റ് ഉള്ള വണ്ടികളുടെ മാത്രമേ കിട്ടും. അല്ലല്ല, എല്ലാം കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത വാഹന സൈറ്റുള്ള എല്ലാ വാഹനങ്ങളുടെയും നമ്പർ നമുക്ക് ആളുകളുടെ വിചാരം നിർത്താതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ നമ്പർ മാത്രം കിട്ടിയാൽ ഏതെടുക്കുന്നത്. 1-2 ഞാൻ എക്സാജറേറ്റഡ് പറയില്ല, 1-2 കൊലപാതക കേസുകൾക്ക് പോലും നമ്മളുടെ ഇവിടെ ക്യാമറയുടെ വയലേഷൻസ് തെളിവായിട്ട് അവർക്ക് ഗുണപ്പെട്ടു. പക്ഷേ അതുകൊണ്ട് തന്നെ ഞങ്ങളെ തിരിച്ച് കേരളത്തിലെ എല്ലാ ഓഫീസുകളിലും ഞങ്ങളെ വിളിക്കേണ്ടത് ഇന്ന വാഹനത്തിൻ്റെ ഡീറ്റെയിൽ തരാൻ പറയും. പക്ഷേ ഇവിടെ നടക്കുന്നത് അങ്ങനെയല്ല. ഇതൊരു ആളുകളുടെ വിചാരം സർവൈലൻസ് ക്യാമറ സിസ്റ്റമാണ്. ഇതൊരു പർട്ടിക്കുലർ സ്പീഡിൽ പോയാൽ ഞങ്ങളിപ്പോൾ അവിടെ ഡിക്റ്റേറ്റ് ചെയ്തിരിക്കുന്ന സ്പീഡോ സീറ്റ് ബെൽറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ആ സ്പീഡിൽ മുകളിൽ പോയാൽ ഇപ്പോൾ 90 അല്ലെങ്കിൽ 80 വെച്ചാൽ 80 ഒരു പർട്ടിക്കുലർ റേഞ്ചിന് മുകളിൽ പോകുന്നത് മാത്രമേ അവിടെ ഡിറ്റക്ട് ചെയ്യുള്ളൂ. അതിൽ താഴെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞ ചില കേസുകളിലൊക്കെ നോക്കുമ്പോൾ അതേ ക്യാമറ ആ സ്ഥലത്ത് 3-4 പ്രാവശ്യം കടന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് നമ്മുടെ ഇവിടുത്തെ വെഹിക്കിൾ ഇൻസ്പെക്ടർ 1-2 പ്രാവശ്യം കോടതി പോവുകയും ആ കേസ് ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. ഇതൊരു സീരിയസ് എവിഡൻസ് ആയിട്ട് എടുക്കുക തന്നെ ചെയ്തു കോടതി. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ റോഡുകളെല്ലാം വൈഡൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, വലിയ ഹൈവേസ് വരുന്നു. നമ്മൾ ഈ ലൈൻ ട്രാഫിക് എന്ന് പറയുന്ന മലയാളികൾക്ക് പൊതുവെ അറിയാത്തതുകൊണ്ടാണ്, ആരും പഠിപ്പിച്ചിട്ടില്ല. ലൈസൻസിങ്ങിലൊന്നും നമ്മളത് പഠിപ്പിക്കാറില്ല. എന്താണ് നമ്മൾ എന്തെങ്കിലും അതിനെപ്പറ്റിയുള്ള ബോധവൽക്കരണം അല്ലെങ്കിൽ അതിന് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഇനി മുന്നോട്ടുള്ള കാലം ഏറ്റവും ഒരു പ്രശ്നം ഉണ്ടാകാവുന്ന ഈ ലൈൻ ട്രാഫിക്കിനെ പറ്റിയുള്ള അറിവില്ലായ്മ ആയിരിക്കുമല്ലോ. ഇതിപ്പോൾ പ്രധാനമായിട്ടും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വളരെ സജീവമാണ്. MVD കേരള എന്നുള്ള ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും എല്ലാത്തിലും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ സജീവമായിട്ട് സോഷ്യൽ മീഡിയയിലുണ്ട്. ഈ പുതിയ ലൈൻ സമ്പ്രദായം എങ്ങനെയാണ്, പുതിയ റോഡുകളൊക്കെ വരാൻ പോകുന്നു. 66 ഒക്കെ വലിയ റോഡുകളായിട്ട് കൺസ്ട്രക്ഷൻ പൂർത്തിയായി വരുന്നു. അപ്പോൾ അവിടെയൊക്കെ വണ്ടികൾ എങ്ങനെ മൂവ് ചെയ്യണം, എങ്ങനെ എൻട്രി ചെയ്യണം, എങ്ങനെ എക്സിറ്റ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അവർക്കൊരു പരിധിവരെ മനസ്സിലാവും. അതില്ലാത്തവർ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒഫൻഡേഴ്സായിട്ട് കിട്ടുന്ന ആളുകളെ ഞങ്ങൾ കമ്പൽസറി ആയിട്ട് ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് വിടുന്നുണ്ട്. ഇപ്പോൾ എറണാകുളം ബേസ് ചെയ്തിട്ട് ഇത് വളരെ സജീവമായിട്ട് നടക്കുന്നുണ്ട്. 1000 പേര് 1200 പേരൊക്കെയാണ് ഓരോ ക്ലാസ്സിലും നമ്മൾ പങ്കെടുപ്പിക്കുന്നത്. അപ്പോൾ അത് വളരെ സജീവമാണ്, നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടുത്തെ ഈ ട്രാഫിക് വയലേഷൻ, നിങ്ങൾ നടത്തുന്ന ട്രാഫിക് വയലേഷൻ, ഞാൻ പറഞ്ഞ 64 പേര് മുകളിലിരുന്നെല്ലാം കാണുന്നുണ്ട്. അതാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. അപ്പോൾ 1-2 ഒരു എക്സാമ്പിൾസ് ഇല്ല, ഇത് കൂടാതെ തന്നെ ഇപ്പോൾ ഞങ്ങൾ പല കോളേജുകളിലോ സ്കൂളുകളൊക്കെ ചെയ്യുമ്പോൾ സിറ്റിസൻസിന് വഴിയിൽ കാണുന്ന ഒഫൻസുകൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് തരാൻ ഒരു വാട്സപ്പ് നമ്പറുണ്ട്. അതിനകത്ത് ഇപ്പോൾ ബസ് അടുത്ത കാലത്ത് എറണാകുളത്തുണ്ടായിരുന്ന പ്രൈവറ്റ് ബസ്സുകൾക്കൊക്കെ ഒരു നടപടി എടുക്കുന്നതിനൊക്കെ വലിയൊരു കാരണമായി. അതിൻ്റെ ഭാഗമായിട്ട് കുറേ ഒരു മാറ്റം വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇപ്പോൾ നമ്മൾ പലയിടത്തും ചെല്ലുമ്പോൾ പറയും നിങ്ങൾക്ക് പിന്നെ വാട്സപ്പ് നമ്പറിൽ അപ്ഡേറ്റ് ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ ഒട്ടനവധി റെഗുലറായിട്ട് നമ്മൾ കുറേ പേര് സീരിയസ് ആയിട്ട് ഇങ്ങനെ കാണുന്ന ഒഫൻസുകളൊക്കെ ഇതുണ്ട്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ ഞാൻ അത് അവർ വിചാരിക്കുന്നത് ആരും കാണുന്നില്ല എന്ന്, മുകളിലൊരാൾ കാണുന്നെന്ന് പറഞ്ഞതിൻ്റെ ഒരു എക്സാമ്പിൾ വേണമെന്ന് കാണാം. നമസ്കാരം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ക്യാമറയിൽ കിട്ടിയ വിഷ്വൽസുകൾ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നമ്പർ പ്ലേറ്റ് മാസ്ക് ചെയ്തിട്ട് പോവുക. അപ്പോൾ നമുക്ക് അവർ വിചാരിക്കുന്നത് ഈ നമ്പർ പ്ലേറ്റ് മാസ്ക് ചെയ്തിട്ട് പോയാൽ നമുക്ക് ക്യാമറയിലൂടെ ഇത് പിടിക്കാൻ പറ്റത്തില്ലെന്നാണ്. പക്ഷേ നമ്മൾ
വളരെ കഷ്ടപ്പെട്ട് തന്നെ അതെങ്ങനെ അത് ഇതും മാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ മാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ പ്ലേറ്റ് കിട്ടത്തില്ല. പക്ഷെ നമ്മൾ ആ ഒരു ലൊക്കേഷനിൽ സ്ഥിരമായിട്ട് പോകുന്നവരായിരിക്കും. അതുകൊണ്ടായിരിക്കും അവർക്ക് ആ ക്യാമറ ലൊക്കേഷൻ വരുമ്പോൾ അവർക്ക് മാസ്ക് ചെയ്ത് പോകാനുള്ള ടെൻഡൻസി വരും. അപ്പം നമ്മൾ വേറെയുള്ള ദിവസങ്ങളിൽ നോക്കും ഇതുപോലുള്ള ഇവരുടെ ഒരു ടൈം ഒക്കെ നോക്കിയിട്ട് മിക്കവാറും നമുക്ക് കൂടുതലും കിട്ടിക്കുന്നത് നൈറ്റ് വിഷൻസാണ്. നൈറ്റ് വിഷൻസ് നമ്മുടെ ക്യാമറ വളരെ ക്ലിയറാണ്. ഡേ ടൈമിൽ കുറച്ച് ഗ്ലെയർ ഒക്കെ വന്നാലും നൈറ്റ് വിഷൻ എന്ന് പറയുന്നത് വളരെ പക്കായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇവർ നമ്മൾ മാസ്ക് ചെയ്തിട്ട് പോയാലും പിന്നീട് ഇതുപോലുള്ള വിഷ്വൽസ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സിനോട് പറയുന്നുണ്ട് ഇതാണ് നമ്മുടെ പിക്ചർ, ഇത് ഇതേപോലുള്ള വരികയാണെങ്കിൽ പറയണം. പോലീസിന്റെ പണി കൂടെ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പം ഇതൊരു നമ്മൾ ഒരു ഫാമിലി പോകുന്നതാണ്. ആ ഫാമിലിയിൽ തന്നെ ആ കുട്ടി ഫ്രണ്ട് ഇരിക്കുവാണ്. അപ്പോൾ തന്നെ അവർ ഹെൽമെറ്റ് വെച്ചിട്ടില്ല, ഫാമിലിയും ഫുള്ളായിട്ട് ഹെൽമെറ്റ് വെച്ചിട്ടില്ല. അവർ പക്ഷേ മാസ്ക് ചെയ്ത് പോവുകയാണ്. അവരുടെ നമുക്ക് ഇതുപോലെ നമ്മൾ അവരുടെ ആ ആള് തന്നെ കുട്ടികളായിട്ടല്ല പോകുന്നത്, അല്ലാതെ നമുക്ക് കിട്ടുകയും ചെയ്തു. അതുപോലെ അടുത്തൊരു വിഷ്വൽസ് എന്ന് പറയുന്നത് ഇത് 2 പേര് പോകുന്ന നൈറ്റ് വിഷനാണ്. അപ്പോൾ അതിൽ മാസ്ക് ചെയ്തിട്ടാണ് പോകുന്നത്, 2 ചെറുപ്പക്കാരാണ് പോകുന്നത്. അവരുടെ വേറെ ലൊക്കേഷൻ അതേ നമ്മൾ ആ വണ്ടിയുടെ മോഡൽ നോക്കും, ഏത് വണ്ടിയാണ് അവർ പോകുന്നത് ആ വണ്ടിയുടെ മോഡൽ നോക്കിയിട്ട് ഇത് കഴിഞ്ഞിട്ട് അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കി നമ്മൾ അവരെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അവർക്ക് ഈ ഹെൽമെറ്റ് വെക്കാതിന് മാത്രമല്ല ഇതുപോലുള്ള മാസ്ക് ചെയ്തിട്ട് പോകുന്നതിനുള്ള ഫൈൻ കൂടെ നമ്മൾ ഇമ്പോസ് ചെയ്യുന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ ഒരു ക്യാമറ മിക്കവാറും ഒരു സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്ന ആൾ അത് തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കിത് മനസ്സിൽ കിടക്കുമ്പോൾ അടുത്ത ദിവസം വരുമ്പോഴേ അവർ വിചാരിക്കുന്നത് ഇത് പലരാണ് കൈകാര്യം ചെയ്യുന്നത്. ഒരാൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇതേ സാധനം അല്ലെങ്കിൽ ഏകദേശം റിപ്പീറ്റഡ് ആയിട്ടുള്ള നേച്ചറും എന്താണ് പ്രതികരണമൊക്കെ വരുന്നത് കാണുമ്പോൾ അത് കമ്പയർ ചെയ്യുമ്പോൾ മിക്കവാറും തന്നെ അങ്ങനെയാണ് കിട്ടുന്നത്. നമ്മളിപ്പോൾ ഇതിൽ ചെയ്യുന്നതെന്ന് പറയുന്നത് നമുക്ക് AI ക്യാമറയിൽ നമ്പർ പ്ലേറ്റ് ഉൾപ്പെടെ ഡിറ്റക്ട് ചെയ്താണ് വരുന്നത്. നമ്മൾ ആ 100% അവർക്ക് ആ ഒരു ഒഫൻസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമ്മൾ ആ ക്യാമറ നമ്പർ പ്ലേറ്റ് വെച്ചിട്ട് നമ്പർ വെച്ചിട്ട് വണ്ടിയുടെ മോഡൽ മാച്ചിങ് ആണോ നോക്കും. അതുകൂടാതെ അവർ ഹെൽമെറ്റൊക്കെ കറക്റ്റായിട്ടാണോ പ്രോപ്പറായിട്ടാണോ ധരിച്ചിരിക്കുന്നത്. ഇനി ഇല്ലെങ്കിൽ ചിലർ മൊബൈൽ ഫോൺ ഈ ഹെൽമെറ്റിൻ്റെ അകത്തേക്ക് സ്ഥിരമായിട്ടുള്ള അതൊക്കെ നമുക്ക് ഇതിൽ കിട്ടും. നമുക്ക് മൊബൈൽ വെച്ചിട്ടുണ്ടെന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ അവർക്ക് ഫൈൻ ചെയ്യും. ഈ പലരുടെ ഒരു വിചാരം 8 മണിക്ക് ശേഷം 24 hour വാച്ചിങ് ആണ്. നമുക്കിപ്പം ഈവൻ കേസ് നമ്മളിപ്പോൾ ഒരു ബൈക്ക് റാലിയൊക്കെ നമ്മളിപ്പം ഇലക്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ബൈക്ക് റാലിയൊക്കെ നമ്മുടെ പല ക്യാമറകളിലും പലരും നമ്മൾ ക്യാപ്ചർ കിട്ടിയിട്ടുണ്ട്. പാർട്ടിക്കാർ നമ്മൾ ഈവൻ നമ്മൾ MLA-മാർ മന്ത്രിമാർ വരെ നമ്മുടെ ക്യാമറയിൽ പിടിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം നമ്മൾ ഫൈൻ ചെയ്തിട്ടുണ്ട്. ഈവൻ നമ്മുടെ MP-മാർക്ക് MLA-മാർക്ക് മന്ത്രിമാർക്ക് ഒക്കെ നമ്മൾ ഫൈൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ അവരാരെയും തന്നെ നമ്മൾ ഈ ഇതിൽ നിന്ന് മാറ്റി. ഈ പണ്ട് ഞാൻ മാതൃഭൂമിയിലുള്ള സമയത്ത് ഞാൻ അല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു സബ്ജക്റ്റ് കൂടി ഉണ്ട് കേട്ടോ. ഈ ഇലക്ഷൻ്റെ ഫൈനൽ ഡിക്ലറേഷൻ വോട്ടിംഗ് ആളുകളുടെ സ്ഥാനാർത്ഥി ഡിക്ലറേഷൻ മുമ്പ് കൂടെ ഭയങ്കരമായ തിരക്കായിരുന്നു. അതായത് ഓരോരുത്തരും നല്ല വലിയ എമൗണ്ടുകൾ എല്ലാവരും തന്നെ കൊണ്ട് നടത്തിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പല വിവാദങ്ങളും ഉണ്ടായില്ല. ആ നമ്പർ പ്ലേറ്റിന് പൈസ അടിച്ചിട്ടില്ല എന്നൊക്കെ ഒരുപാട് പേര് സ്ഥാനാർത്ഥികളാവാൻ ആഗ്രഹിച്ചിരുന്നവരും ആവുന്നുള്ളവരും വന്നിട്ടേ ഈ നോമിനേഷൻ കൊടുക്കാൻ ഷോർട്ട് ടൈമല്ലേ ഉണ്ടായിരുന്നു. ആ ശനിയാഴ്ചയൊക്കെ ആയിട്ട് വന്ന് ഒരുപാട് പേര് പൈസ അടച്ചിട്ടുണ്ട്. നോമിനേഷൻ കൊടുക്കണമെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പേര് വന്ന് പൈസ അടച്ചു. അതുകൊണ്ട് ഇപ്പോൾ ആളുകൾ അവെയറാണ് ഇത് ഒരു ബാധ്യതയായിട്ട് വരുമെന്നുള്ളതുകൊണ്ട് അത് 1-2 വിവാദങ്ങൾ വരുകയും ചെയ്തല്ലോ നമ്മുടെ. ഞാൻ പറഞ്ഞത് ഞാൻ പണ്ട് മാതൃഭൂമിയുള്ള സമയത്ത് അന്നത്തെ ട്രാൻസ്പോർട്ട് കമ്മീഷണറെ ഇന്റർവ്യൂ അദ്ദേഹം എൻ്റെ പറഞ്ഞ കാര്യമാണ്. എങ്ങനെയാണെന്ന് അറിയുക 8 മണി കഴിഞ്ഞാൽ വൺ വേ ഇല്ല എന്ന് പറയുന്ന ഒരു പണ്ട് തൊട്ട് ഞാനും ഒക്കെ പണ്ട് ചെറുപ്പത്തിൽ കേൾക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് എവിടെ നിന്നാണ് നിയമമെന്ന് എനിക്കറിയില്ല. 8 മണി കഴിഞ്ഞും വൺ വേ ഉണ്ടല്ലോ രാത്രിയിൽ ഇല്ലേ? അല്ല പണ്ട് തിരക്കില്ലായിരുന്നൊരു കാലം ഉണ്ടായിരുന്നല്ലോ. ഒരു 10-20 കൊല്ലം മുമ്പ് തോന്നല്ല ഒരു സന്ധ്യ സമയമായാലും. ഇപ്പം അങ്ങനെയല്ല, രാത്രി ആകുമ്പോഴാണ് ആളുകൾ റോഡിലേക്ക് ഇറങ്ങുന്നത്. പല ഫാമിലിയൊക്കെ എനിക്ക് തോന്നുന്നത് ചായ കുടിക്കാനും അല്ലെങ്കിൽ ഔട്ടിങ്ങിനൊക്കെ ഇറങ്ങുന്നത് ഇപ്പോൾ അത്താഴമൊക്കെ കഴിഞ്ഞതിന് ശേഷം. ഇപ്പോൾ കോഴിക്കോട് സൈഡിലൊക്കെ ആണെങ്കിൽ രാത്രി 1 മണിക്ക് 2 മണിക്കൊക്കെയാണ് ബീച്ചിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള സമയം. നമ്മുടെ എറണാകുളത്തൊക്കെ ആണെങ്കിലും. അപ്പം നമ്മൾ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഈ പറഞ്ഞ എല്ലാം കാണാൻ മുകളിൽ ആളുണ്ട്, നമ്മൾ AI ക്യാമറ കണ്ണടച്ചു എന്നൊക്കെ പറയുന്ന മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളൊന്നും ശരിയല്ല. ഇതാ കൃത്യമായിട്ട് ഇന്നലെ രാത്രിയിൽ വിഷയമായിരിക്കും അല്ലേ അവരിരുന്നുകൊണ്ട് നോക്കുന്നത്. അപ്പം നമ്മൾ സൂം ചെയ്ത് സീറ്റ് ബെൽറ്റ് ഒന്നും ഇല്ലെങ്കിൽ സൂം ചെയ്ത് നോക്കി അല്ലേ കറക്റ്റായിട്ട് നമ്മൾ 100% അവർ ഒഫൻസ് ആണെന്നുള്ള നോക്കിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇവർ അവർ കൃത്യമായിട്ട് നോക്കുക. അതിനുശേഷം ഇവരും അത് റാൻഡമായിട്ടൊന്ന് നോക്കിയതിന് ശേഷമാണ് അപ്രൂവലിൽ പോണത്. അപ്പോൾ 2-3 സ്റ്റേജ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണ് പോകണത്. അതിനകത്ത് എറർ വരാൻ അത്ര ചാൻസ് ഇല്ലാതെ അത് ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. ഇത് ചലഞ്ച് ചെയ്യും ആൾക്കാർ, ചലഞ്ച് ചെയ്യാറുണ്ട്. സീറ്റ് ബെൽറ്റ് നമ്മൾ കറക്റ്റായിട്ട് 3 പോയിന്റ് സീറ്റ് ബെൽറ്റ് അത് കറക്റ്റായിട്ട് വരിക്കണം. ചിലർ
ഈ നമ്മുടെ കൈയുടെ താഴത്തൂടെ വയറിൽ മാത്രമേ അത് ഇടാതിരിക്കുന്നതിനേക്കാൾ ഡേഞ്ചറസ്. ഓ അത് ശരി. അത് അപകടം ടൈറ്റായി പ്രശ്നമുണ്ടോ അല്ലേ? അതുപോലെ തന്നെ ഹെൽമെറ്റ് ഇട്ടിട്ട് ഈ തൊപ്പി പോലെ എടുത്ത് വെച്ചോണ്ട് പോകാന്നുള്ളൂ. അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാം അറിയാവുന്നവരാണ് മലയാളികൾ. നമ്മളിവന് ടാങ്കിൽ കയറ്റിയിരുത്തിരിക്കുകയാണ്. അത് നോക്കി അതിൽ ടാങ്കിൽ കയറ്റിയിരുത്തിരിക്കുകയാണ് ഒരാളെ. പിന്നെ അത് സൈലൻസർ, ഇതൊക്കെ സോഷ്യൽ മീഡിയ വഴി വരുന്ന. അടുത്തത് ഇതാണ് എനിക്ക് ഏറ്റവും അപകടമായിട്ട് കുട്ടികളെ എടുത്ത് പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുക. എന്തൊരു അപകടമായിരിക്കും അത്. ഇപ്പോൾ അടുത്ത കാലത്ത് തുടങ്ങിയാണ്. അതേപോലെ ഇപ്പോൾ നമ്മുടെ സൺറൂഫ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ആവശ്യത്തിനൊക്കെ അത്യാവശ്യത്തിന് കാണുക എന്നൊക്കെ ഉള്ള ഒരു പർപ്പസ് മാറി. ഇപ്പോൾ അത് തല വെച്ചിട്ട് യാത്ര ചെയ്യാന്നുള്ള ഇതിലായി. പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുമൊക്കെ ചെയ്താൽ ഇത് എന്താണ് ഉണ്ടാവണമെന്നുള്ളത് മനസ്സിലാവുന്നില്ല. കൊച്ചുങ്ങൾക്ക് അറിയില്ലല്ലോ. അത് അത്രത്തോളം പെട്ടെന്നൊക്കെ ചവിട്ടേണ്ടി വന്നൊരു സാഹചര്യം വരുമോ, അല്ലെങ്കിൽ ആരെങ്കിലും സൈഡിൽ നിന്ന് കയറി വരുമൊക്കെ ചെയ്താൽ അതൊരു വലിയൊരു ഓരോ സൗകര്യങ്ങൾ കൂടുന്തോറും പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് മാറുക. അതാണ് പ്രശ്നം. അപ്പോൾ എന്തായാലും നമ്മൾ ഇവരെ ശത്രുക്കളായിട്ട് കാണരുത്. കാരണം ഇവർ നിയമങ്ങൾ തന്നെയാണ് നടപ്പിലാക്കുന്നത്, അല്ലാതെ ഇല്ലാത്ത നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്യുന്നത്. നിയമങ്ങളുള്ളതാണ്. പിന്നെ പല സംസ്ഥാനങ്ങളിലും നമ്മൾ പോകുമ്പോൾ ഇതൊന്നുമില്ല. പക്ഷേ അതല്ല ശരിക്കും ഒരു പരിഷ്കൃത സമൂഹത്തിന് ഇതൊക്കെ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. 2-3 കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്ന്, നമുക്ക് ഈ പറഞ്ഞ മുകളിൽ ആളുണ്ട്. 2, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു 50% ഡിസ്കൗണ്ടിൽ നിങ്ങളുടെ പഴയ ഓഫൻസിൻ്റെ ഒക്കെ ഫൈൻ അടയ്ക്കാനുള്ള അവസരം. ഇപ്പോൾ എ ക്യാമറയുടെ പല വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, നമ്മൾ എ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പും പിന്നും നമുക്ക് ആക്സിഡൻറ്റ് ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ മരിക്കുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞു. നേരത്തെ ഒരു 8%, ടോട്ടലിൻ്റെ 8% ആയിരുന്നെങ്കിൽ അതിപ്പോൾ 5% താഴെയാണ്. ആണല്ലേ? അല്ല, 10, 200, 250 മരണം ഒരു വർഷം കുറയ്ക്കാൻ പറ്റുക എന്ന് പറഞ്ഞാലേ നിസ്സാര ഇതാണല്ലോ. ശരിയാണ്. പൊതുവെ നമ്മുടെ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, മോട്ടോർ വാഹന വകുപ്പിൻ്റെ എന്ന് പറഞ്ഞിട്ട് ഒട്ടനവധി വാട്സപ്പുകളിലും മറ്റ് പല രീതികളിലുമായിട്ടുള്ള മെസ്സേജസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ചെല്ലാൻ ഈ നമ്പർ ഈ ഫയൽ കയറിയാൽ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട്. മോട്ടോർ വാഹന വകുപ്പ് വാട്സപ്പ് മുഖേന യാതൊരുവിധ സർവീസുകളും നടത്തപ്പെടുന്നില്ല. എല്ലാം SMS മെസ്സേജ് മുഖാന്തരം മാത്രമാണ്. പ്യുവർലി നമ്മുടെ ബാങ്കുകൾ ചെയ്യുന്നത് പോലെ OTP വന്നിട്ട് ഒരു സംവിധാനം മാത്രമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് ഒരാളുകൾ പോലും ഈ വാട്സപ്പ് മെസ്സേജുകളിൽ കയറി ചെല്ലാനുകൾ അടയ്ക്കാൻ ശ്രമിക്കുകയോ അതിനുവേണ്ടി പോവുകയോ ചെയ്താൽ നിങ്ങളുടെ പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഒട്ടനവധി ഇഷ്യൂസ് നമ്മൾ ഡെയിലി കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ചെല്ലാനുണ്ട് എന്ന് പറഞ്ഞാൽ അത് മോട്ടോർ വാഹന വകുപ്പിൻ്റെ സൈറ്റുമായിട്ടോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടോ ബന്ധപ്പെട്ടതിന് ശേഷം മാത്രം അടയ്ക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ളതിന് നിങ്ങൾക്ക് OTP മെസ്സേജ് വരും. നിങ്ങളുടെ ആധാർ കാർഡിലെ നമ്പർ വാഹന സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിൽ മാത്രമാണ് മെസ്സേജ് അയക്കുന്നത്. അങ്ങനെയുള്ള സർവീസുകൾ മാത്രം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. നിങ്ങളുടെ പണം നഷ്ടപ്പെടുത്താതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ താങ്ക് യു സർ. താങ്ക് യു. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒഫൻസ് ഉണ്ടോ എന്ന് നോക്കി പറയാം. നമ്പർ വിനോദേ.